നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നു യേശു കാത്തു പാലിക്കും. നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നു യേശു കാത്തു പാലിക്കും. നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നു യേശു കാത്തു പാലിക്കും. നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നു യേശു കാത്തു പാലിക്കും. കണ്ണുനീരിൽ വിതച്ചിടുന്നവൻ ആർപ്പോടെ കൊയ്തെടുത്തിടും. കണ്ണുനീരിൽ വിതച്ചിടുന്നവൻ ആർപ്പോടെ കൊയ്തെടുത്തിടും. ദൈവത്തിനായി നീ കാത്തിരിക്കുകിൽ നിന്നെ ഉയർത്തിയിടും നാളു വന്നിടും. ദൈവത്തിനായി നീ കാത്തിരിക്കുകിൽ നിന്നെ ഉയർത്തിയിടും നാളു വന്നിടും. നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നു യേശു കാത്തു പാലിക്കും. നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നു യേശു കാത്തു പാലിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദൈവാത്മാവ് നമുക്ക് തരുന്ന ആലോചന, കഷ്ടകാലത്ത് കുഴഞ്ഞു പോകരുത്. ഡോണ്ട് ഗെറ്റ് ബോഗ്ഡ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. സദൃശവാക്യങ്ങൾ 24:10. Proverbs chapter 24 verse 10. If ye falter in a time of trouble, how small is your strength. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാനും പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. കഷ്ടകാലത്ത് കുഴഞ്ഞു പോകരുത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറഞ്ഞ തിരുവചനമാണ് സദൃശവാക്യം 24:10. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. സമൃദ്ധിയുടെ കാലത്തു നിന്നിൽ ഉള്ള കൃപയുടെ ജ്വലനം കഷ്ടകാലത്തും നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. കഷ്ടകാലത്ത് നാം കുഴഞ്ഞു പോയാൽ അത് നമ്മിലുള്ള ആത്മീയ ബലത്തെ നഷ്ടമാക്കും. ഏശാവ് പുറത്തുനിന്ന് വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ യാക്കോബ് നീട്ടിയ ഒരു പാത്രം പായസത്തിന് മുൻപിൽ ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. നമ്മുടെ മനസ്സ് കഷ്ടകാലങ്ങളിൽ ക്ഷീണിക്കരുത്. നാം തളരാതെ നിലനിൽക്കേണ്ട പല മേഖലകളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യേണ്ടി വരും. നന്മ ചെയ്യുന്നതിൽ നമ്മൾ മടുത്തു പോകരുത്. ഗലാത്യലേഖനം 6:9-10 വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. Let's not become weary in doing good, for at the proper time we will reap a harvest if we do not give up.
ഹല്ലേലൂയ. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. സ്തോത്രം. പ്രാർത്ഥനയിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 18-1 വാക്യം. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 18 verse 1. Then Jesus told his disciples a parable to show them that they should always pray and not to give up. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന തന്നെയായ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. ഉദ്ദേശിച്ച കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ മടുത്തു പോകുന്ന ഒരു മണ്ഡലമാണ് പ്രാർത്ഥനാ മണ്ഡലം. ദൈവത്തിന്റെ ഹിതമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി എന്നുള്ളത് മറന്നു പോകരുത്. ശാരീരിക ക്ലേശങ്ങളിൽ തളർന്നു പോകരുത്. ബാഹ്യലോകത്ത് ഒരുപാട് വിപത്തുകൾ നമ്മൾ തരണം ചെയ്യുന്നു. ആന്തരികമായി പല വേദനകളും നമ്മെ ഞെരുക്കുന്നു. മുള്ളുകുത്തി നോവിച്ചപ്പോഴും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ അകത്തുള്ള മനുഷ്യനെ ക്ഷീണിപ്പിക്കാതെ തന്റെ ഉത്തരീയം വലിച്ചെറിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. വിശുദ്ധ പൗലോസിന്റെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്, 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അങ്ങനെ തന്നെ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നാൾക്ക് നാൾ നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുകയാണ്. ഇന്നലത്തെ സൗന്ദര്യമല്ല ഇന്നത്. ഹല്ലേലൂയ. സെല്ലുകൾ ഓരോ ദിവസവും ഡൈ ഔട്ട് ആകുകയാണ്. പക്ഷേ ഒരു ആത്മീയ മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ സെൽ ഡൈ ഔട്ട് ആകരുത്. അതിന് പുഷ്ടിപ്പിക്കുവാനായിട്ട് കൊടുക്കേണ്ട ഹല്ലേലൂയ ബൂസ്റ്റപ്പ് എന്ന് പറയുന്നത് സ്വർഗീയ മനയാണ്. സ്തോത്രം. 27-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. മറ്റൊന്നിലും മറ്റാരിലും പ്രത്യാശ വയ്ക്കരുത്. ഹല്ലേലൂയ. പ്രത്യാശ അത് കർത്താവിൽ നിന്നുള്ളതാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ കർത്താവ് മാത്രമാണ്. അവനിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യൻ അധൈര്യപ്പെടാതെ ധൈര്യത്തോടെ കുലുങ്ങാതെ തകർന്നു പോകാതെ നുറുങ്ങിപ്പോകാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചുറ്റും കഷ്ടതയുടെ അന്ധകാരം വരുമ്പോൾ പറയുക, എനിക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിച്ച ദൈവത്തെ കഷ്ടകാലത്തും ഞാൻ പാടി സ്തുതിക്കും. ആമേൻ. ഞാൻ ക്ഷീണിച്ചു പോവുകയില്ല, കൊഴിഞ്ഞു പോവുകയില്ല. കർത്താവിലാണ് എന്റെ ബലം, കർത്താവിലാണ് എന്റെ ആശ്രയം. ഞാൻ കാൽവരിയിൽ കിടന്ന യേശുവിനെ നോക്കും. യേശുവിന്റെ കൈകാലുകളിൽ ആണി അടിക്കപ്പെട്ട് കിടന്നപ്പോൾ, തലയിൽ മുൾമുടി അടിച്ചു കയറ്റിയപ്പോൾ, കന്നത്തടിച്ചപ്പോൾ, കാർക്കിച്ചു തുപ്പിയപ്പോൾ, മുറിവേറ്റ ശരീരത്തിൽ നിന്ന് വസ്ത്രം വലിച്ചൂരിയപ്പോൾ, ചങ്കിലെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തപ്പോഴും യേശു ആത്മീയ ബലത്താൽ ഉറച്ചു നിന്ന്. കാരണം യേശുവിനറിയാം 3-ാം ദിവസം ഉയിർപ്പുണ്ടാകുമെന്ന്. ലോകത്തിന് മഹാസന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ഉയിർപ്പ് നമ്മുടെ കഷ്ടങ്ങൾ ഞൊടി നേരത്തേക്ക് മാത്രമാണ്. കാണാത്ത നിത്യമായ ഒരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നു. അതിനാൽ കഷ്ടകാലം വരുമ്പോൾ, ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുമ്പോൾ, ലോകത്തിലെ കഷ്ടത്തെ ജയിച്ച യേശു കൂടെയുണ്ട് എന്ന ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആത്മീയ ബലം എന്ന ചിന്ത നമ്മിൽ ആത്മീയ ബലം നൽകട്ടെ. കഷ്ടകാലത്ത് കൊഴിഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. കഷ്ടകാലങ്ങളിൽ ദൈവത്തെ സ്തുതിച്ച് ആത്മീയ കരുത്ത് നേടി വചനത്തിലൂടെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സങ്കീർത്തനങ്ങൾ 43:5 വാക്യം. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. എത്ര പ്രത്യാശ തരുന്ന വചനം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം. കുടുംബത്തോടെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുദിനം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് ശക്തിയോടെ ഓടുവാനുള്ള ബലം തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മകളിൽ കർത്താവെ, വിശ്വാസ ജീവിതത്തിന്റെ മേഖലകളിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ തളർന്നു പോകാതെ, മനസ്സ് നുറുങ്ങിപ്പോകാതെ, ധൈര്യത്തോടെ പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യമാണല്ലോ ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ
കൂടെ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ശക്തി അനുദിനം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ ഭീരുക്കളാകാതെ ധൈര്യശാലികളായി അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി, അവരുടെ പൂർണ്ണ ആശ്രയം അങ്ങിൽ മാത്രമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ മക്കളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ നേരിടുന്ന പ്രയാസങ്ങളെ അത് കണ്ടുകൊണ്ട് മനസ്സ് നുറുങ്ങിപ്പോകാതെ ധൈര്യത്തോടെ ഹല്ലേലൂയ മുന്നിൽ വരുന്ന മതിൽ ചാടിക്കടക്കുവാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ സൗഖ്യത്താൽ, അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും വന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ദിനത്തിനായി നന്ദി. ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്ധ്യയിങ്കൾ വരും കണ്ണുനീരുകൾ ആനന്ദമായി മാറും പ്രഭാതം വന്നിടും. സന്ധ്യയിങ്കൾ വരും കണ്ണുനീരുകൾ ആനന്ദമായി മാറും പ്രഭാതം വന്നിടും. ദർശനത്തിനവധിയിൻ നാൾ കഴിഞ്ഞിടും. നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. ദർശനത്തിനവധിയിൻ നാൾ കഴിഞ്ഞിടും. നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നിശ്ചയം സിയോനിൽ നിന്നുത്തരം വരും. കഷ്ടതയാലേറ്റം തളർന്നിരുന്നാലും നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നും യേശു കാത്തു പാലിക്കും. നീതിമാന്റെ അനർത്ഥമസംഖ്യം എല്ലാറ്റിൽ നിന്നും യേശു കാത്തു പാലിക്കും. എല്ലാറ്റിൽ നിന്നും യേശു കാത്തു പാലിക്കും. എല്ലാറ്റിൽ നിന്നും യേശു കാത്തു പാലിക്കും.